ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ ട്യൂട്ടോറിയൽ വെറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ദിവസത്തിന് ശേഷം പിന്നെയും കംബാക്ക് വന്നിരിക്കുകയാണ്. ഏകദേശം 3-4 മാസമായി, 2-3 മാസമായി, എത്രയോ മാസമായി എന്തായാലും ആവട്ടെ. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഡെയിലി ആക്റ്റീവ് ആയിരിക്കും ഗൈസ് യൂട്യൂബിൽ. അതേപോലെ തന്നെ ലൈവിൻ്റെ കാര്യം, ലൈവ് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ ലൈവ് ഇടാം ഗൈസ്. ഓക്കെ, ഇപ്പോൾ ഡെയിലി ഇടുമെന്ന് പറയുന്നില്ല. ഓക്കെ, പറ്റുന്ന ദിവസങ്ങളിൽ ലൈവ് ഇടാം. ഓക്കെ, അതേപോലെ തന്നെ വീഡിയോസും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഡെയിലി ആക്റ്റീവ് ആയിരിക്കും. ഡെയിലി ഇനി എന്തായാലും വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് കുറേ ഇന്ന് OB46 ഐ തിങ്ക് OB46ൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ടൂർണമെൻറ്റ് റൂൾസ് കളിക്കുന്ന പ്ലേയേഴ്സിന് വളരെ മോശമായ അനുഭവമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇന്ന് കളിച്ച് നോക്കിയായിരുന്നു. ടൂർണമെൻറ്റ് റൂൾസിൽ ഗ്ലൂ വാൾ ഇടുമ്പം ഗ്രനേഡും ഇതൊക്കെ വരിക. എന്തായാലും എന്ത് ലോജിക്കാണ് ഗരീൻ അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ആവട്ടെ, അത് നമുക്ക് നോക്കണ്ട, അത് പോട്ടെ, എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, OB46. ഓക്കെ, അതേപോലെ തന്നെ ഗൈസ് ഇവോ വോൾട്ടിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഫവാസ് എങ്ങനെ ഇരിക്കുന്നത്, ഫമാസ് റിട്ടേൺ വന്നിട്ടുണ്ട്. ആൻഡ് പുതിയതാണല്ലോ, ഇത് പഴയതാണോ പുതിയതാണോ ഓർമ്മയില്ല. എന്തായാലും വുഡ് പെക്കറിൻ്റെ ഈ ഒരു സ്കിന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ UMBയുടെ ഇവോ UMB വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോബ്ര MB40 റിട്ടേൺ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി കോബ്ര MB40 എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതിൽ ഒരു സ്പിന്നിന് 20 ഡയമണ്ട്, 10+ ഒരു സ്പിന്നിന് 200 ഡയമണ്ടാണ് വരുന്നത്. പിന്നെ വന്നിരിക്കുന്നത് വെച്ചാൽ ഒരു ഷൂ റോയൽ. ഇതൊക്കെ ഇപ്പോൾ ഒരു കാര്യമില്ല, ചുമ്മാതാണ്. ഈ ഷൂ ഒക്കെ ഇട്ടിട്ടൊരു കാര്യമില്ല, ഭയങ്കര വലുപ്പമുണ്ട്, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ ഈ ഒരു പഴയ ഡ്രസ്സ് റിട്ടേൺ വന്നിട്ടുണ്ട്. ഈ ഒരു പാൻറ്റും ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഇന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പം ജസ്റ്റ് എല്ലാം പോകും. അതാണ് ഈ ഒരു ബണ്ണിയാണത്. അതന്നെ ഒരു മൊയലാണോ ഇത് എന്താണെന്ന് ആർക്കറിയാം. എഗ് കളക്ടർ ബണ്ടിൽ, എഗ്ഗാണ്. ഓക്കെ, ഈ ഒരു ഇതും വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ, ഇത് രണ്ടും ഇതുണ്ട്. ഇതിപ്പോൾ ഫണ്ട് ഫ്രീ ആയിട്ട് കൊടുത്താണ് കേസ്. ഇത് രണ്ടും വന്നിട്ടുണ്ട് കേസ്. ഓക്കെ, പിന്നെ നോക്കുകയാണെങ്കിൽ കേസ് ഒരു അടിപൊളി മോക്കോ സ്റ്റോർ വന്നിട്ടുണ്ട്. ഇതാണ് ഫിസ്റ്റ്. ഈ ഒരു ഫിസ്റ്റ് റിട്ടേൺ വന്നതാണ്. ഇത് പുതിയ ഫിസ്റ്റാണോ പഴയ ഫിസ്റ്റാണോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. പഴയതാണെന്ന് തോന്നുന്നു റിട്ടേൺ വന്നു. പിന്നെ ഈ ഒരു ബണ്ടിൽ റിട്ടേൺ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്കൈത്തിൻ്റെ സ്കിന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ ഒരു സ്കൈത്തിൻ്റെ സ്കിന്ന്, പിന്നെ ഈ ഒരു ഫീമെയിൽ ബണ്ടിൽ, ഡ്രാഗൺ മാഫിയ ബണ്ടിൽ. ഡൗൺലോഡിങ്. ഓക്കെ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു സ്കൈത്തിൻ്റെ, ഇത് പുതിയ സ്കൈത്തിൻ്റെ സ്കിന്നാണെന്ന് തോന്നുന്നു. അതെ, ഷാഡോ. പിന്നെ ബോണസ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഡൗൺലോഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഈ ഒരു നേടിൻ്റെ സ്കിന്ന്, ഈ ഒരു ബാക്ക് പാക്ക്, ഇത് റിട്ടേൺ വന്നാൽ കേട്ടോ. ഈ ഒരു ബാക്ക് പാക്ക് നല്ലൊരു ലെജൻഡറി ബാക്ക് പാക്ക് തന്നെയാണിത്. പിന്നെ ഈ ഒരു ബാക്ക് പാക്ക്, ഇത് മറ്റേ ക്രിസ്മസിൻ്റെ ഇതിൽ വരുന്ന ബാക്ക് പാക്കാണ് ശരിക്കും. പിന്നെ ഈ ഒരു പെറ്റ് നൈറ്റ് പാന്തർ, പിന്നെ ഷീബ പെറ്റ്, ഇത് പണ്ട് ഫ്രീ ആയിട്ട് കൊടുത്ത പെറ്റ്, ഇതും ഫ്രീ ആയിട്ട് കൊടുത്ത നീഡാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വന്നിരിക്കുന്ന മോക്കോ സ്റ്റോർ. നമുക്ക് ഈ ഒരു ഫിസ്റ്റ് എടുക്കാം, അല്ലേ? ഈ ഒരു ഫിസ്റ്റ് ഏതാ സെലക്ട് ചെയ്യാം? നല്ല ഏതെങ്കിലും സ്കൈറ്റിൻ്റെ സ്കിൻ എടുക്കണം. ഫിസ്റ്റ് സെലക്ട് ചെയ്യാം വെറുതെ. ദെൻ ഈ ഒരു നെയ്ഡിൻ്റെ സ്കിന്ന്, ഈ ബാഗ് അടിപൊളി. ഇത് രണ്ട് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഗൈസ് ഇത് നമുക്ക് കറക്കണോ? എൻ്റെ 16 വൗച്ചറുണ്ട്. ഇത് കറക്കണോ ഗൈസ്? ഇത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം, കറക്കണോ വേണ്ടിയെന്ന്. ഓക്കെ, MB40 ഉണ്ട്. പിന്നെ AN94ൻ്റെ ഈ ഒരു ലെജൻഡറി സ്കിന്നുമാണ് വന്നിരിക്കുന്നത്. റിംഗ് ഇവൻറ്റ്, MB5 റിംഗ് ഇവൻ്റ് ആണ് ഗൈസ്. ഓക്കെ, കുഴപ്പമില്ല. MB5ൻ്റെ പഴയ ലെജൻഡറി MB5 വന്നിട്ടുണ്ട്. ഇത് ഫേഡഡ് വീൽ കൊടുത്ത MB5. പിന്നെ ഇതൊക്കെ നമ്മുടെ ഇൻക്യുബേറ്റർ വഴി വണ്ട് കൊടുത്ത സാധനം. ഇൻക്യുബേറ്റർ പോയോ? ഇത് ഇൻക്യുബേറ്റർ പോലത്തെ സംഭവം അല്ലേ? പണ്ടത്തെ ഇൻക്യുബേറ്റർ ആയിരുന്നു വൈബ് ഗൈസ്, അത് പോയില്ലേ. പിന്നെ ഗൈസ് നമ്മുടെ RRR 3R എന്ന് പറയുന്ന സിനിമയിലെ നാട്ടെന്ന് പറഞ്ഞ ആ ഒരു ഡാൻസില്ലേ, ആ ഡാൻസിങ് ഇമോട്ട് ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കൊളാബാണോ എന്ന് ചോദിച്ചാൽ അല്ല, അത് എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് അവർ ഇതിലിട്ടുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേസ്. ഓക്കെ, ഇത് ഇന്നും കൂടെ ഉള്ളൂ എന്ന് തോന്നുന്നു. 9 മണിക്കൂർ കൂടെ ഉള്ളൂ, ഇന്നും കൂടെ ഉള്ളൂ ഈ ഒരു റിമോട്ട്. അപ്പോൾ എടുക്കാത്തവരുണ്ട്, തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ എടുക്കുക. ഓക്കെ, ഇതിന് വരുന്നത് 1082 ഡയമണ്ട് ആയിരിക്കും കേസ്. ഓക്കെ, ഇത് ഫുള്ള് കറക്കിയ 1082 ഡയമണ്ട്. പിന്നെ ഒരു വെപ്പൺ റോയൽ കേസ്. വെപ്പൺ റോയൽ നമുക്കിപ്പോൾ കറക്കി എടുക്കണോ? AN94ൻ്റെ സ്കിൻ എടുക്കാം അല്ലേ, കറക്കിയിട്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്കിപ്പോൾ കറക്കാം അല്ലേ, ലെജൻഡറി സ്കിൻ അല്ലെങ്കിലും കറക്കി എടുക്കാം. എന്തായാലും കുറേ കഴിയും, പെർമനൻ്റ് ആയിട്ടൊന്നും കിട്ടുന്നൊന്നുമില്ലല്ലോ. പൈസ ഇങ്ങനെ പോകുന്നുണ്ട് കുറേ. എല്ലാം ഇങ്ങനെ പെർമനൻ്റ് അടിക്കുന്നുണ്ട് എന്തൊക്കെയോ. ഓ ഗൈസ്, അങ്ങനെ നമുക്ക് ആ ഒരു സ്കിൻ പെർമനൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളതങ്ങനെ കറക്കിയെടുത്തു ഗൈസ്. ഓക്കെ, സെറ്റ്. അങ്ങനെ ഈ ഒരു സ്കിൻ എടുത്തിരിക്കുകയാണ്. പിന്നെ ഗോൾഡ് റോയിലും കറക്കാനായിട്ടുണ്ട് കേസ്. ഇത് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കറക്കാം. എന്തായാലും 100 എത്ര വൗച്ചറുണ്ട്. കറക്കല സ്പീഡായിക്കോട്ടെ, കറങ്ങി. ഓക്കെ, കൺഗ്രാജുലേഷൻ, ഫൈനലി ഗൈസ് നമുക്ക് ആ ബണ്ടിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ
ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വഴിയെ കുറേ സർപ്രൈസസ് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ സ്റ്റേ ട്യൂൺസ് അവർ ചാനൽ. ഇറ്റ്സ് മീ ട്യൂട്ടോറിയൽ വൈറ്റി സൈനിങ് ഔട്ട്. എല്ലാവർക്കും ബൈ ബൈ.